ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെ പോയാൽ ദിലീപ് കൊടുക്കും, അത്തരത്തിലാണ് കാര്യങ്ങളുടെയൊക്കെ പോക്കിട്ടോ. നടി ഡയറക്റ്റ് മുഖ്യമന്ത്രിക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പലർക്കും പല രീതിയിലും പണി കിട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദിലീപിൻ്റെയും നടിയുടെയും മഞ്ജു വാര്യറിൻ്റെയും ആ ഒരു ഇഷ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയാണ് അല്ലേ. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട്. എല്ലാവർക്കും അറിയാം, പകല് പോലെ വ്യക്തമാണ് എല്ലാവർക്കും എന്താണെന്നുള്ളത്. പക്ഷെ തെളിവുകളില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ഇപ്പോൾ പകൽ വെട്ടത്ത് ഇറങ്ങി നടക്കുന്നു എന്നുള്ളൊരു പരാതി അത് എല്ലാ സ്ത്രീജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനെല്ലാം തുടക്കമായ അല്ലെങ്കിൽ ഈ ഒരു നടിയെ ആക്രമിക്കപ്പെടാനുള്ള കാരണത്തിന് തുടക്കമായ ഒരു സംഭവമുണ്ട്. ദിലീപിൻ്റെ ഫോണിൽ നിന്ന് പല മെസ്സേജുകളും മഞ്ജു വാര്യർ കാണാനിടയായിട്ട് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൻ്റെ കയ്യിൽ നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ളൊരു മെസ്സേജോ ചാറ്റോ മറ്റെന്തോ ആയിക്കോട്ടെ അത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, തീർച്ചയായിട്ടും അതിൻ്റെ തെളിവുകൾ നമ്മൾ ശേഖരിച്ച് വെക്കും. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ അടുത്തോ ചോദിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിന് വഴി ഒരുക്കിയിട്ടുള്ള ആ സ്ത്രീ ഏതാണോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീ ഏതാണോ ആ സ്ത്രീ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കും. സ്വാഭാവികമായിട്ടും എല്ലാ സ്ത്രീജനങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും കാവ്യയുടെയും ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. ദിലീപിൻ്റെ കയ്യിൽ നിന്ന് ദിലീപ് ഫോൺ എടുക്കാൻ വിട്ടുപോയതോ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഫോണോ എന്തോ ആയിക്കോട്ടെ, അതെന്താണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അതിൽ നിന്ന് ദിലീപിൻ്റെ കയ്യിൽ നിന്നും ഒരു മെസ്സേജ് മഞ്ജു വാര്യർ കാണാനിടയായിട്ട് ആള് ഈ കാവ്യമായിട്ടുള്ള ഈ ഒരു വൾഗർ മെസ്സേജാണ് കണ്ടത്, ചാറ്റാണ് കണ്ടത്. സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുക, ദിലീപിനോട് ദിലീപിനെ ചോദിച്ചു. അപ്പോൾ ദിലീപ് പറഞ്ഞത് ഞാൻ ഷൂട്ടിങ്ങിലാണ് എന്ന് പറഞ്ഞിട്ട് ആളങ്ങോട്ട് തടിതപ്പി. പിന്നീട് നേരെ കാവ്യനെ വിളിച്ചു. കാരണം കാവ്യയും മഞ്ജുവായിട്ട് നല്ല സൗഹൃദത്തിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനുള്ള ഒരു സൗഹൃദ ബന്ധം അവർ തമ്മിലുള്ളത് കൊണ്ട് തന്നെ കാവ്യനെ മഞ്ജു വിളിച്ചു. അപ്പോഴും മഞ്ജു തടിതപ്പി. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കുക അതല്ലല്ലോ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണം എന്ന് പറയില്ലേ. അങ്ങനെ കക്കാൻ പഠിച്ച കാവ്യയും ദിലീപും നിൽക്കാനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മഞ്ജുവിനെ പറ്റിക്കാൻ അറിയാമായിരുന്നു. നൈസായിട്ട് തടി തപ്പി. എന്നാൽ മഞ്ജുവിന് അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മഞ്ജു വാര്യർ നേരെ കാവ്യയുടെ അമ്മയെ വിളിച്ചപ്പോഴാണ് അമ്മ പറയുന്നത്, ഞങ്ങൾക്ക് കാവ്യയും ദിലീപും തമ്മിലുള്ളൊരു ബന്ധത്തിൽ ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കാവ്യമാധവന്റെ വിവാഹം കഴിഞ്ഞിട്ട് ആ വ്യക്തിയായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കി വീട്ടിൽ വന്നിരിക്കുന്ന സമയമാണ് വിളിക്കുന്നത്. ആ സമയത്താണ് കാവ്യയുടെ അമ്മയെ മഞ്ജു വാര്യർ വിളിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. ആ സമയത്ത് കാവ്യയുടെ അമ്മ പറയുന്നത് ഞങ്ങൾക്കും അങ്ങനെ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളൊരു സംശയം ആദ്യം പങ്കുവെച്ചത്. അതായത് ദിലീപും കാവ്യയും തമ്മിലുള്ള അവിഹിത ബന്ധം മഞ്ജു വാര്യർ കയ്യോടെ പൊക്കുകയും അത് കാവ്യയോട് ദിലീപിനും ചോദിക്കുമ്പോൾ അവർ ഉരുണ്ട് കളിച്ച് അതിൽ നിന്നും എസ്കേപ്പ് ആവാൻ ശ്രമിച്ചപ്പോൾ മഞ്ജു വാര്യർ ഡയറക്റ്റ് കാവ്യയുടെ അമ്മയെ വിളിച്ച് ചോദിക്കുന്നു. അമ്മ പറയുന്നു എനിക്കും ഇങ്ങനൊരു സംശയം തോന്നുന്നുണ്ട് മോളെ എന്ന് മഞ്ജുവിനോട് പറയുന്നു. സ്വാഭാവികമായിട്ടും തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ ആർക്കായാലും ടെൻഷനും പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യാം, അടുത്തത് ഇത് ആർക്കൊക്കെ അറിയാം എന്നുള്ളതാണ് അറിയാനായിട്ട് ശ്രമിക്കാം. അതിനിടയിലാണ് ഈ ആക്രമിക്കപ്പെട്ട നടിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു സംഭവം ഇവിടം വരെ എത്തി നിൽക്കുന്നതും അത്തരത്തിലാണ്. നമുക്ക് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് കണ്ടുനോക്കാം. കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും കാവ്യയുമായുള്ള ബന്ധം ഉണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നു. അതായത് ഇപ്പൊ ഇതിനകത്ത് പറയുന്നത് കാവ്യമാധവന്റെ അമ്മ കുറച്ച് അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചതിന് ശേഷം മഞ്ജു എന്ത് ചെയ്തു, തന്റെ സുഹൃത്തായ ഗീതു മോഹൻദാസിനെയൊക്കെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംയുക്തനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇവര് 3 പേരും കൂടിയും ആക്രമിക്കപ്പെട്ട നടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് റിമി ടോമി എന്ന ഗായികയാണ്. ഇവർക്ക് 2 പേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തുടർന്ന് മഞ്ജു തന്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. 4/2/2012 ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് PW1 അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായപ്പോൾ
ഭർത്താവിന്റെ അവിഹിതം കയ്യോടെ പൊക്കിയ മഞ്ജു വാര്യർ തന്റെ സുഹൃത്തുക്കളോട് തന്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പൊ ഇതിന്റെ എന്തെങ്കിലുമൊക്കെ കാരണം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ തെളിവുകളോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഇന്ന് ആക്രമിക്കപ്പെട്ട നടിയുടെ കയ്യിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെയും കൊണ്ട് നേരെ ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ഈ പറയുന്ന ഗീതു മോഹൻദാസും സംയുക്തയും മഞ്ജു വാര്യരും കൂടി നടിയോട് ചോദിക്കുമ്പോൾ നടി പറയുന്നുണ്ട്, എനിക്കറിയാം പക്ഷെ എനിക്ക് പറയാൻ പറ്റൂല, കാരണം ദിലീപാണ് ഓപ്പോസിറ്റ് ഉള്ളത്, നല്ല പണി കിട്ടുമെന്നറിയാം, അതുകൊണ്ടായിരിക്കാം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ആ നടി പറഞ്ഞത്. പക്ഷേ ആ മഞ്ജു വാര്യർ ഇങ്ങനെ വിഷമിച്ചൊക്കെ ചോദിക്കുമ്പോൾ അത് നടിയുടെ അമ്മയും അച്ഛനും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു ലൈഫുണ്ട്, അവർക്കൊരു മകളുണ്ട്, ഒരുപക്ഷെ അവരൊക്കെ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം അവർ പറയുന്നത് സത്യങ്ങൾ നീ പറയുമെന്ന്. തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് കൊണ്ടാണ് ആ നടി സത്യങ്ങളെല്ലാം, ഈ ദിലീപിൻ്റെ അവിഹിത ബന്ധം എല്ലാം മഞ്ജുവിനോടും സംയുക്തയോടും ഗീതുവിനോടും മനസ്സ് തുറന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നടിയോട് അപ്പോഴാ പറയല്ലാണ്ട് ഇവരുടെ ബന്ധം തകർക്കാൻ വേണ്ടി നടി പോയിട്ട് ഇതൊക്കെ കണ്ടുട്ടോ എന്ന് വിളിച്ച് പറയല്ല ഉണ്ടായത്. മഞ്ജു കയ്യോടെ ദിലീപിന്റെ അവിഹിതവും കാവ്യയുടെ അവിഹിതവും പൊക്കുകയും കാവ്യയുടെ അമ്മ ഇങ്ങനെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അതിനുശേഷം സുഹൃത്തുക്കളുമായിട്ട് നടിയുടെ വീട്ടിലേക്ക് പോകുകയും ആക്രമിക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നടി പറയുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റൂല, എനിക്കത് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നടിയുടെ അച്ഛനും അമ്മയും പറയും മോളെ എല്ലാം പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുമ്പോഴാണ് നടി ഇതെല്ലാ കാര്യങ്ങളും മഞ്ജു വാര്യരോട് പറയുന്നത്. ബാക്കിയും കൂടി നമുക്ക് കേൾക്കാം. വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ്. തനിക്ക് ഈ ബന്ധം അറിയാമെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു. പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്, അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. ഇതിൽ പിതാവിന്റെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ, തനിക്കറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരോടും ഗീതു മോഹൻദാസിനോടും. ഇതേ സമയത്ത് തന്നെ കാവ്യയുടെ വീട്ടിലും പൊക്കിയിട്ടുണ്ടായിരുന്നു. മഞ്ജു വാര്യർ കാവ്യമാധവന്റെ അമ്മയടുത്ത് ചോദിച്ചുകൊണ്ട് അമ്മ അവിടെ പൊക്കിയിട്ടുണ്ടായിരുന്നു മോളുടെ ബന്ധം, അവിഹിത ബന്ധം. അപ്പോൾ സംയുക്തയുടെ ഇത് നടിയോട് സംസാരിച്ചതിന് ശേഷം സംയുക്തയുടെ വീട്ടിൽ പോയിട്ട് വീണ്ടും മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെ വിളിക്കുകയാണ്. അമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ കാവ്യ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഇനി അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല, അവിഹിതം ഉണ്ടായിരുന്നു ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ട് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കാവ്യയുടെ ഭർത്താവായിട്ട് പിണങ്ങി നിന്നിട്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് ഇവിടെ അവിഹിത ബന്ധം തുടർന്നിട്ടുണ്ടായിരുന്നു. ആ അവിഹിത ബന്ധം ഇനി ആവർത്തിക്കില്ല എന്ന് അമ്മക്ക് വാക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ഇതാണ് ഈ വിവാഹം കഴിഞ്ഞ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടല്ലോ എത്ര കുടുംബമാണ് തകരണേ. ഇതൊക്കെ ഈ സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഉള്ള ജീവിതം ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നാണ്. നമുക്ക് പലർക്കും പലരോട് ഇഷ്ടമൊക്കെ തോന്നുന്നു വന്നിരിക്കാം എന്ന് കരുതി നമുക്ക് ഈ ജന്മത്തിൽ ദൈവം വിധിച്ച ഒരാളുണ്ട്, ആളുടെ കൂടെ നമുക്കൊരു ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളതിൽ തൃപ്തിപ്പെടുക, ഉള്ളതുകൊണ്ട് ജീവിക്കുക. ഒട്ടും മോശമായിട്ടുള്ള ഒരാളാണ് കാവ്യയുടെ ഭർത്താവ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യ ഭർത്താവ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറി അവരുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. ഇവർക്കൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലേ? പറയുന്നത് കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി, താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ. എന്നിട്ട് കാവ്യ തിരിച്ച് തന്റെ ആദ്യ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അതായത് ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഒരുക്കി. പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി. അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി. നമ്മുടെ പാർട്ട്ണർ ഉണ്ടല്ലോ, ഒരാളെ കുത്തിക്കൊന്നിട്ട് വന്നാലും നമ്മൾ കൂടെ നിൽക്കും. നമുക്ക് ആ സാഹചര്യം മനസ്സിലാവും. മോഷ്ടിച്ച് വന്നാലും നമ്മൾ കൂടെ നിൽക്കും, ഭർത്താവിനെ ഉപേക്ഷിച്ചില്ല. പക്ഷേ ഒരു അവിഹിത ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു സ്ത്രീകളും കൂടെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ത്രീകളും നിൽക്കില്ല അല്ലേ? ഓരോ സ്ത്രീകളും നിങ്ങൾ പറയും, നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കൂടെ നിൽക്കുമോ? ആരും കൂടെ നിൽക്കില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണുങ്ങളും കൂടെ നിൽക്കത്തില്ല. കാരണം നമ്മുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വലുതായിരിക്കും. അപ്പോൾ അവർക്ക് വേറെ സാഹചര്യങ്ങളും കൊണ്ട് അവർ എന്ത് വേറെ തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിക്കും. പക്ഷെ മറ്റൊരു സ്ത്രീ ആയിട്ടുള്ളൊരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണും സഹിക്കില്ല. അതേ എത്ര സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരും ഒരു സ്ത്രീയല്ലേ. മഞ്ജു വാര്യർ സംയുക്തയുടെ വീട്ടിൽ നിന്ന് നേരെ ദിലീപിൻ്റെ വീട്ടിലേക്ക്, അതായത് മഞ്ജുവിൻ്റെ ഭർത്താവിന് മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് ദിലീപിൻ്റെ അനിയന്മാരെയും സഹോദരങ്ങളെയും എല്ലാവരും വിളിച്ചു വരുത്തി തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു. ചേട്ടൻ്റെ ലീലാവിലാസങ്ങൾ ഇന്നാ കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഷൂട്ടിങ്ങിലായിരുന്നല്ലോ, ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് അതെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും
ഇത് ആര് പറഞ്ഞാണ് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ കഥകളും ആ ഒരു ട്രിപ്പിൽ ഉള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവാം. ഞാൻ അറിഞ്ഞ കുറച്ച് സംഭവങ്ങളുണ്ട്, അത് ഞാൻ ഒരു പറയുന്നില്ല. അത് ഞാൻ ആ സമയത്ത് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. കുറേ ഇങ്ങനെ ബാത്റൂമിൽ വെച്ച് കണ്ടുവന്നോ പിടിച്ചു വന്നോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ. റിമി ടോമിക്കും ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാമായിരുന്നു. അപ്പോൾ ആക്രമിക്കപ്പെട്ട നടിക്കും റിമി ടോമിക്കാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കി. റിമി ഒന്നും പറഞ്ഞിട്ടില്ല, റിമി അടുത്ത് ചോദിച്ചിട്ടില്ല. ആ ആക്രമിക്കപ്പെട്ട നടിയെടുത്താണ് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം മഞ്ജുവിനുണ്ടായിരുന്നത്. മഞ്ജു മനസ്സിലാക്കി. അപ്പോൾ ആക്രമിക്കപ്പെട്ട നടിയാണ് തൻ്റെ ജീവിതം തകർത്തത് എന്നുള്ളത് അങ്ങോട്ട് കാവ്യൻ ദിലീപും അങ്ങോട്ട് വിചാരിച്ചു. അവർ ചെയ്തതല്ല തെറ്റ്, ഇവർ ചെയ്ത തെറ്റ് ഒരാൾ സുഹൃത്തുവെന്ന് ചോദിച്ചപ്പോൾ അത് വീട്ടുകാർ പറഞ്ഞത് അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടും തൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ട് നടി പറഞ്ഞതാണ് ഇപ്പോൾ തെറ്റായിരിക്കുന്നത്. എന്നിട്ട് ഈ നടിക്കെതിരെയുള്ള 2012 തോന്നുന്നു ഈ സംഭവം നടക്കുന്നത്. 2012-13 ആ കാലഘട്ടത്തിൽ ആ സംഭവം നടക്കാൻ തോന്നുന്നു. അപ്പോൾ അന്ന് മുതൽ ഈ നടിക്ക് വേണ്ടിയിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ ദിലീപ് 8ാം പ്രതി എന്ന് ആരോപിക്കപ്പെട്ട പ്രതി എന്ന് നമ്മൾക്ക് ഉറപ്പുള്ള ആ വ്യക്തി പ്ലാൻ ചെയ്തു. എന്നിട്ട് എന്തായി? തെളിവുകളില്ല, പ്രോപ്പറായിട്ടുള്ള തെളിവുകളില്ല. ഉള്ള തെളിവുകളാണെങ്കിലും മണിയുടെ പേരിൽ തേഞ്ഞു മാഞ്ഞു പോയി. അങ്ങനെ ദിലീപ് അല്ലെങ്കിൽ 8ാം പ്രതി എന്ന ആരോപിക്കപ്പെട്ട ഒരാൾ മാത്രമായി അവിടെ നിന്ന് വിമുക്തനായി. ഇതാണ് ദിലീപ് ഈ ഒരു ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് വ്യക്തമാണ് ഇയാളാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇപ്പൊ പുതിയൊരു കഥാപാത്രം വന്നിരിക്കുന്നത്, മാർട്ടിൻ. പുതിയല്ല, നമുക്ക് നടിയെ ആക്രമിക്കപ്പെട്ട ഇതിനകത്ത് ലാൽമീഡിയ എന്ന ഡ്രൈവറെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ മാർട്ടിൻ. ഈ മാർട്ടിനാണ് 2ാം പ്രതി ആയിട്ട് വന്നിരിക്കുന്നത്. ഈ മാർട്ടിൻ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ നടിക്ക് ഇങ്ങനൊരവസ്ഥ വരില്ലായിരുന്നു. ഇപ്പൊ അവൻ പറയുന്നത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി മഞ്ജു വാര്യരും നടിയും ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു കഥയാണെന്നാണ് ഇപ്പോൾ ഈ മാർട്ടിൻ പറഞ്ഞുകൊണ്ട് മാർട്ടിൻ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മാർട്ടിന് ചിലപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും, മാർട്ടിന്റെ കുടുംബത്തെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും, അച്ഛനമ്മയൊക്കെ ഉണ്ടല്ലോ, അതല്ലെങ്കിൽ പുറത്തിറക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ കുറ്റകൃത്യം ചെയ്ത പൾസറിന് കിട്ടിയിരിക്കുന്നത്, സുനിക്ക് കിട്ടിയിരിക്കുന്നത് 12.5 വർഷമോ 13 വർഷം എന്തൊക്കെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറഞ്ഞു. പിന്നെ നല്ല നടപ്പിന്റെ വെച്ച് കൊടുക്കും, പിന്നെ പൈസ കൊടുത്തു, ഹോൾഡ് കൊടുത്തു, പെട്ടെന്ന് അങ്ങോട്ട് ഇവരൊക്കെ ഇറങ്ങി വരും. അവർക്ക് ഇനിയും 2 വർക്കും കൂടി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പൾസർ സുനി പറയുന്നുണ്ടായിരുന്നല്ലോ 2 വർക്കും കൂടി ഇനിയും ഉണ്ടെന്ന്. ആ വർക്ക് ആരുടെക്കെതിരെയൊക്കെ എന്ന് ആർക്കറിയാം. ഇനിയിപ്പോൾ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കെതിരൊക്കെ ചെയ്യുമോ? ദിലീപ് ഇപ്പം എന്താ നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ? അപ്പം ഈ മാർട്ടിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടോ. ഇപ്പൊ ഈ മാർട്ടിൻ വന്നിട്ട് പറയാണ് ദിലീപ് ഒന്നും ചെയ്തിട്ടില്ലെന്ന്. മാർട്ടിൻ എന്നാണ് നടി ആക്രമിച്ച കേസിൽ 2ാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. അയ്യോ പാവം, അത് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന കുറച്ച് നഗ്ന സത്യങ്ങൾ നമ്മളെ അറിയിക്കാൻ വന്നിരിക്കുകയാണ് മാർട്ടിൻ. 5 വർഷം ജയിലിൽ കിടന്ന് ഇവൻ വിചാരിച്ചിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് ഇന്നിങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇവന്റെ വീട്ടിലല്ലേ അമ്മ, അവർക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെന്നുണ്ടെങ്കിലോ ഇവൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഒഴിക്കാമായിരുന്നില്ലേ? എന്താണെങ്കിലും എന്താണ് ആ പുണ്യാളന് പറയാനുള്ളത് നമുക്ക് കേട്ടോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് എനിക്ക് കുറച്ച് പറയാനുണ്ട്. എനിക്ക് കിട്ടി, ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. പാലാരിവട്ടത്ത് പോണതിന്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു, സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടന്റെ അടുത്തും രമ്യ നമ്പീശിന്റെ അടുത്തും മഞ്ജുവിന്റെ അടുത്തും ശ്രീകുമാറിന്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്, സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം, എല്ലാം കഴിഞ്ഞ അവസാനം കരഞ്ഞവൻ എന്റെ കാല് പിടിച്ചു വരും, ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാവന പൾസർ സുനിയോട് പറയണേ. പൾസർ സുനിയൊക്കെ മൂളിക്കുക. എടാ നോണ പറയുമ്പോ ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിൽ പറയണം. ഈ നടിയുടെ കീഴില് ഈ ദിലീപ് വരുമെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല. അന്ന് പറയാതിരിക്കില്ല, പേടിച്ചിട്ട് അന്ന് ഞാൻ പറയില്ല എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് മാറി നിന്ന ഒരാൾ അച്ഛനമ്മയും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ മഞ്ജുവിന്റെ അടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ദിലീപിന്റെ അവിഹിതം കാവ്യയുടെ അവിഹിതം ഒക്കെ പറയുന്നത്. എന്നിട്ട് ഈ കൃത്യത്തിന് കൂട്ടുനിന്ന ഇവൻ പറയാണ്, ഇവനോട് പറഞ്ഞിട്ടുണ്ടാവും, എടാ നീ ഇങ്ങനെ ഒരു കഥ ഇറക്ക്, നീ ഇങ്ങനെ ഒരു വീഡിയോ ഇട്, നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളവൻ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും വന്നിട്ട് നട്ടാമുണക്കാത്ത കള്ളം ഈ പ്രതി എന്ന് പറയുന്നത്. ഇവൻ പറയണം ഇവന്റെ ഇതറിയാനാണ് എന്താണ് ഇവൻ വന്ന് പറയുന്നതാണ് ഈ ആക്രമിക്കപ്പെട്ട നടിയും
മഞ്ജു വാര്യറും പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ്, ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് വന്നത്. ദിലീപിനെ എൻ്റെ കാൽക്കീഴിൽ എത്തിക്കണം, അവനെ സിനിമയിൽ നിന്ന് പുറത്താക്കണം. എന്ത് പ്രതികാരം, ഇങ്ങനെയൊക്കെ ഒരു പെണ്ണ് പ്രതികാരം വീട്ടാൻ വേണ്ടി ചെയ്തെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് സ്വന്തം മാനം അല്ലെങ്കിൽ തന്നെ പീഡിപ്പിച്ചു എന്നൊരു ഒരു പെണ്ണ് പറഞ്ഞു എന്നാണ് ഈ നട്ടാമുളക്കത്തെ കള്ള ഇവൻ പറയുന്നത്, ഒളിപ്പില്ലാത്തവൻ. സിനിമ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം, സാമ്പത്തികമായിട്ട് തന്നെ അവനെ തകർക്കണം, എല്ലാത്തിന്റെ അവസാനം അവൻ എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം, കരഞ്ഞ എൻ്റെ അടുത്ത് വരും, കാല് അത് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാത്തിനും അവസാനം അവനാണ്, എല്ലാത്തിനും അവസാനം അവനാണ്. അങ്ങനെ അവനാണ് എല്ലാത്തിനും അവസാനം എന്ന് ഈ ആക്രമിക്കപ്പെട്ട നടിക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്നുമല്ല, നമുക്കറിയാം ആക്രമിക്കപ്പെട്ട നടി എത്രത്തോളം സിനിമ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അവർക്ക് ആ ഒരു ഇതുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ സിനിമയുടെ എല്ലാമായ 8ാം പ്രതി എന്ന് ആരോപിക്കപ്പെട്ട 8ാം പ്രതിയായ ദിലീപ്, അപ്പോ ദിലീപിനെതിരെ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് ഈ നടി പ്ലാൻ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവുമോ? പോകാൻ പറഞ്ഞ കേട്ടില്ലേ ഇത് ഇവനാരോ, എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താ തോന്നിയെന്നറിയോ, അവനാരോ പഠിപ്പിച്ച് വിട്ടിട്ട് അവൻ്റെ വീഡിയോന് മുമ്പിൽ ചെയ്യിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നിയത്. പഠിച്ചു ഒറ്റ ശ്വാസത്തിൽ അവൻ പറയണം. ഇതായത് നല്ലൊരു പാർട്ട്ണറെ കിട്ടിയതുകൊണ്ട് ആ നടി രക്ഷപ്പെട്ടു. അത് ഇല്ലാതാക്കാനാണല്ലോ മോതിരം, വെഡിങ് അല്ല, എൻഗേജ്മെന്റ് റിംഗ്. ഇത് കഴിഞ്ഞാണ് എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ അതിന് മുമ്പായി തന്നെ ആക്രമിക്കപ്പെട്ട നടിയുടെ പാർട്ട്ണറായിട്ടുള്ള ആളും അവരുടെ അച്ഛനും കൂടി വന്നിട്ട് മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മോതിരം നടിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് ആ മോതിരം വേണമെന്നും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് വളരെ ചിരിച്ചുകൊണ്ട്, അതൊക്കെ പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു സ്ത്രീയല്ലേ ഞാനും. അപ്പോൾ ഒരു സ്ത്രീ ഇതൊക്കെ അനുഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നു. അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനൊരു കൃത്യം ചെയ്യാനായിട്ട് ആരാണ് പറഞ്ഞത്? ഇത് പൾസർ സുനി തന്നെ പറയുന്നതായിട്ട് നടി പറയുന്നുണ്ട്. ഈ ഇതൊക്കെ ഏറ്റുവാങ്ങിയ സ്ത്രീ പറയുന്നുണ്ട്. ഇത് പൾസർ സുനിയുടെ സുഹൃത്തായ ശ്രീലക്ഷ്മിയുടെ വോയിസ് കോളാണ് കേട്ടോ നിങ്ങൾ കേൾക്കുന്നത്. നമുക്ക് അവര് പറയാനുള്ള എന്താ നോക്കാം. ഹലോ ചേച്ചി. ഹലോ ചേച്ചി, ടിവിയിലൊക്കെ ന്യൂസ് കണ്ടോ ചേച്ചി? ഞാനത് കണ്ടു ലക്ഷ്മി. ഞാൻ അതിന്റെ പിന്നാലെ എന്താ ഏതാന്നുള്ളത് അന്വേഷിക്കാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ വേറൊരു വഴിക്ക് അറിയാൻ നോക്കിയപ്പം അത് മനസ്സിലായത് അതൊരു ട്രാപ്പാണെന്ന് മനസ്സിലായത്. എന്ത് ട്രാപ്പാ ചേച്ചി? അങ്ങനെ അത് ചെയ്യോ അവൻ? അങ്ങനൊന്നും ചെയ്യില്ലെന്നാ എന്നെ ഇന്നലെ ഇല്ല. അതാ ട്രാപ്പ് എന്ന് അതാണ് അത് തന്നെയാണ് എന്റെ വിശ്വാസം ലക്ഷ്മി. കാരണം എന്താ വെച്ചാൽ 100% എന്റെ വിശ്വാസവും അത് തന്നെയാണ്. പക്ഷെ ഇത് വേറെ ഏതോ ഒരു നല്ല രീതിയിലുള്ള പണി കിട്ടിയിട്ടുണ്ട്. ന്യൂസൊക്കെ വേറെ രീതിയിലാണല്ലോ പറയുന്നത്. ആണ് സംഭവം. ഞാനും കണ്ടു. ഞാനും ഈ സാധനം ഇങ്ങനെ കണ്ടുള്ളൂ. എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാന്നുള്ള ഞാൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നാട്ടക്കേസാണ്, അല്ലാതെ സാധാ ഒരു ലെവലല്ല. മനസ്സിലായോ? നമ്മളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഇത് നമ്മൾ ഇതിന്റെ പിന്നാലെ നോക്കിക്കഴിഞ്ഞാൽ നാട്ടക്കേസാണ്. പക്ഷെ ഞാനിത് വേറെ ആൾക്കാരെ ത്രൂ ചോദിച്ചപ്പോ ഇത് ഒരു ട്രാപ്പാണ്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇവര് സുഹൃത്തിനെ ന്യായീകരിച്ചത് സംസാരിക്കുള്ളൂ. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ഒരു വ്യക്തികളാണെന്ന് തോന്നുന്നു. പൾസർ സുനിയുടെ സുഹൃത്തുക്കളാണ്. അപ്പം തന്നെ അവരുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാവുമല്ലോ. പൾസർ സുനിക്ക് ഇതിനു മുമ്പും ഇതേപോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവരുടെ സുഹൃത്തും കാമുകിയൊക്കെ ആയിരിക്കാം. എന്തോ അവർ ഭയങ്കര ടെൻഷനിലൊക്കെയാണ് ഒരു സ്ത്രീ വിളിക്കുന്നത്, ശ്രീലക്ഷ്മി വിളിക്കുന്നത്. സുഹൃത്തോ എന്തോ ആയിക്കോട്ടെ. അവർ ഭയങ്കര അവനങ്ങനെ ചെയ്യോ ചേച്ചി എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നു. ചേച്ചി പറയുന്നു 100% ഒരു ട്രാപ്പാണ്, ഒരു ലാലിൻ്റെ വീട്ടിലാണല്ലോ കൊണ്ടുവിട്ടത്. അപ്പോൾ ആ സ്ത്രീക്ക് പിന്നെ വേറെ ആരുടെ വീട്ടിൽ പോകണം, വേറെ എവിടെ പോകണമെന്ന് പറയും. എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവിടാൻ പറഞ്ഞോട് കൊണ്ടുവിട്ടു. ഇതിനകത്ത് എന്തോ ഒരു ട്രാപ്പ് ഉണ്ടെന്നൊക്കെയാണ് ഇവര് വെളുപ്പിക്കാനുള്ള ശ്രമം. ഇത് വേറെ ട്രാപ്പാണ് എന്നുള്ളതാണ്. ഇന്നലെ എന്നെയും കൂടി വിളിച്ചു, ആലുവയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടുമില്ല എന്റെ അടുത്ത്. ഒരു നല്ല കാര്യത്തിനാ പോണേ, എന്റെ അടുത്ത് ചോദിക്കരുത് ഏതാ എന്താന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയാ പറഞ്ഞ എന്റെ അടുത്ത് ലാസ്റ്റ്. ഒരു നല്ല കാര്യത്തിനാണ് പോകുന്നത്, ഏതാ എന്താ അതിനോട് ചോദിക്കരുത്. ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാനെന്ന് പറയുന്ന ഒരു നല്ല കാര്യത്തിനാണ് ഞാൻ പോകുന്നതെന്ന്. അതാണ് അവൻ ഉദ്ദേശിച്ച നല്ല കാര്യം.
ഇതാണോ അവൻ ഉദ്ദേശിച്ച നല്ല കാര്യം? ഞാൻ വിളിക്കില്ല അങ്ങനെ. കാരണം ഇതെന്തായാലും നല്ല രീതിയിൽ വിളിക്കരുത് കേട്ടോ. വിളിക്കാൻ ശ്രമിക്കുക, നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ശ്രമിക്കുക, ഒന്നും ചെയ്തേക്കരുത്. ഇതൊക്കെ അറിയില്ലാണ്ട് പുലിവാലകളിൽ ചെന്ന് ചാടരുത്. ഒന്നാമത് ആവശ്യത്തിൽ കൂടുതൽ. അപ്പൊ പക്ഷെ ഞാൻ അറിഞ്ഞത് ഇത് ട്രാപ്പാണ്. പിന്നെ എവിടുന്നോ നല്ല പണിയും കിട്ടിയിട്ടുണ്ട്. ട്രാപ്പാണ്, പക്ഷെ പുലിവാലി പോയി ചാടരുത്. ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാനോ ഒന്നും നിൽക്കരുത്. മിക്കവാറും അവിടെ തന്നെ ആവും. മിക്കവാറും അവിടെ തന്നെ അല്ല, ഇപ്പൊ അതിനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചാൽ എല്ലാവരും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്നും എന്താ സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനും എല്ലാ രീതിയിലും ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യില്ലാന്ന് 100% എനിക്കറിയാം. എനിക്കും അറിയാം, ഞാൻ സംസാരിച്ച എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിലുള്ള ട്രാപ്പാണ്. പെട്ടെന്നൊന്നും ഊരിപ്പോരാൻ പറ്റുന്ന ട്രാപ്പുമല്ല അത്. ഇത് പെട്ടെന്നൊന്നും ഊരിപ്പോ പോരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി വരെ ഇടപെട്ടിട്ടുള്ള കേസാണ്. അറിയില്ല, നീ അതിനെന്തായാലും ശ്രമിക്കണ്ട. ഇപ്പൊ തൽക്കാലം നീ അവിടെ അടങ്ങിയിരിക്കേ എന്നാണ് ചേച്ചി ഉപദേശിച്ചു കൊടുത്തേക്കണേ. ഇത് മുമ്പ് വന്ന കോളാണ്. അതായത് ഈ സംഭവം നടന്ന ആ ടൈമിൽ സുഹൃത്ത് പൾസസൂനിയുടെ സുഹൃത്ത് വിളിച്ചിട്ട് സംസാരിക്കുകയാണ്, ഒരു നല്ല കാര്യം ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് കേൾക്കുന്നത് ഇങ്ങനെയുള്ള ന്യൂസുകളാണ്, പേടിപ്പിച്ചു സ്ത്രീയെ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വയ്ക്കാൻ മറ്റേ സ്ത്രീയുടെ സംസാര രീതി കേട്ടിട്ട് ഒന്നിന് വെറും ഒരു സൗഹൃദം എല്ലാം തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് വലുതായിരിക്കും, അവരുടെ എന്തെങ്കിലും ആയിക്കോട്ടെ. അവരുടെ എന്തായാലും ആ പെണ്ണിനോട് മറ്റേ പെണ്ണ് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് ഇടപെടേണ്ട നാറ്റക്കേസാണ്, കുടുങ്ങും, നല്ല പെട്ടെന്ന് അങ്ങോട്ട് ഊരിപ്പോരാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇത് കുടിക്കിതാന്നോ അങ്ങനെ എന്തോ പറഞ്ഞില്ലേ. പൾസർ സുരയുടെ സഹതടവുകാരൻ വിഷ്ണുവിന്റെ ഫോൺ സംഭാഷണം പുറത്തുവന്നു. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ വിളിച്ചതിന്റെ ശബ്ദരേഖയാണ് പുറത്തായത്. ജയിലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഫോൺ സംഭാഷണത്തിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. പറയണമെന്ന് മൊത്തം കേട്ടോട്ടോ. എന്താന്ന് പറയാൻ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ റെക്കോർഡ് ചെയ്തോ. 1.5 കോടി രൂപ മാസം കൊണ്ട് തരാൻ പറ്റിയെങ്കിൽ എന്ത് 1.5 കോടി രൂപ 3 മാസം. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒരു കത്ത് കൊടുത്തു വിളിച്ചിട്ട് ഇത് നോക്കുക. ഞാൻ ഇപ്പൊ ജയിലിന്നാണ് വിളിക്കുന്നത്. ഞാൻ ജയിലിന്നാണ് വിളിക്കുന്നത്. ബുധനാഴ്ചയാണ് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ജയിലിന്ന് വിളിക്കാൻ ബുധനാഴ്ച വിളിക്കുന്നത്. അതിന് ഇതാരാ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്തിനാ എന്നെ വിളിക്കുന്നത്? അപ്പുണ്ണി സംസാരിക്കാൻ ഇത് കൂട്ടാക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ കൂട്ടാക്കാൻ ഞങ്ങൾക്ക് ഇതുമായിട്ട് എന്താ ബന്ധം? പിന്നെ ഞങ്ങളെ വിളിക്കുന്നത് എന്നെ വിളിക്കേണ്ട കാര്യമല്ല. ഞാൻ വിളിക്കേണ്ടത് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിക്കുന്നവരൊക്കെ പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്കൊരു ആവശ്യമില്ല. എന്നെ വിളിക്കേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. നിങ്ങളോട് എല്ലാവരും നിങ്ങൾ എവിടെ തേച്ചു നല്ല ഒന്നാന്തരം തേപ്പ് കിട്ടി അപ്പുണ്ണിയുടെ കയ്യിൽ നിന്ന് വിഷ്ണുവിന്. വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൾസസുനിയുടെ സഹതടവുകാരനാണ്. ജയിലിൽ നിന്ന് വിളിക്കുന്നു. അപ്പുണ്ണി എന്ന് പറയുന്നത് ഡ്രൈവറോ മാനേജറോ എന്തൊക്കെയാണ് ദിലീപിൻ്റെ. ചൂടാക്കി കോള് കട്ട് ചെയ്യുന്നു രംഗമൊക്കെ. ഇതൊക്കെ ഓരോ തെളിവുകളായിട്ട് പറയുന്നതാണ് ഇവർ ന്യായീകരിക്കാൻ വേണ്ടി. ഒരുപാട് പേര് ദിലീപിനെ വെള്ള പൂശാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെയൊക്കെ വീട്ടിലും പെങ്ങന്മാരും മക്കളും അമ്മയൊന്നും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ അല്ലാതെ എന്തിൻ്റെ പേര് ആ സ്ത്രീ എന്നെ പേടിപ്പിച്ചൊന്ന് വെറുതെ നുണമെന്ന് പറയുമോ? ക്രിസ്മസ് എന്തായാലും ആക്രമിക്കപ്പെട്ട നടി സർക്കാരിൻ്റെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുകയും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനോട് ഡയറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സംഭവം, എന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ പറയുന്നു, ചെയ്യുന്നു, എൻ്റെ പേരുകൾ വെളിപ്പെടുത്തുന്നു, അതുപോലെ പല കാര്യങ്ങളും മുഖ്യമന്ത്രി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെതായ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നടിയുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളത് നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും അതൊക്കെ തെറ്റിച്ചു. ഞങ്ങൾ നടിയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടിയുടെ പേര് വരെ വെളിപ്പെടുത്തുന്നു, പിക്ചർ ഇടുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഓൾറെഡി ചെയ്യാൻ പാടുന്നിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സ്ത്രീക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെതിരെ നമ്മൾക്ക് പ്രതികരിക്കാം. കാരണം നമ്മൾക്കും അമ്മയും പെങ്ങളും ഒക്കെ മക്കളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് ജോലിക്കും മറ്റു ആവശ്യങ്ങൾക്കും റോട്ടിലിറങ്ങി നടക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നിയമം നമുക്ക് പ്രൊട്ടക്ഷൻ തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് നമുക്ക്
പ്രൊട്ടക്ഷൻ എടുത്തു കൊടുക്കാൻ വേണ്ടി നമുക്ക് എതിരെ പ്രവർത്തിക്കാം, പ്രതികരിക്കാം, എന്തും നമുക്ക് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് ആ സ്ത്രീയുടെ പേര് ഇതിനകത്ത് വലിച്ചിടാൻ പാടില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തെറ്റിച്ചവർക്കുള്ള പണികൾ ഓരോന്നോരോന്നായിട്ട് വരാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയാം. എന്തായാലും ഈ ഒരു ദിലീപ് കുറ്റവിമുക്തനായി എന്നുള്ളൊരു കോടതിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നതിന് ശേഷം, വിധി വന്നതിന് ശേഷം തുടക്കം തന്നെ ദിലീപിന്റെ പ്ലാൻ തുടങ്ങി മഞ്ജുവിനെതിരെ. അടുത്ത പ്ലാൻ മഞ്ജുവിനാണ്. ഇപ്പോൾ നടിക്കാണെങ്കിൽ അടുത്ത നടിയെന്ന് നമ്മൾ പറയേണ്ടി വരാതിരിക്കട്ടെ, മഞ്ജുവിനെതിരെയാണ് വന്നിരിക്കുന്നത്. മഞ്ജുവിന്റെ ആസൂത്രണമാണ് എന്നുള്ള രീതിയിൽ അത് തന്നെയാണ് എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പറയണം, ഇങ്ങനെ പറയണം എന്ന്. ഇത് തെളിവുകളില്ലായിരിക്കാം, പക്ഷെ ആളാണ് ചെയ്തെന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. നടിയെ ആക്രമിക്കാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. എവിടെ നിന്ന് തുടങ്ങുന്നു? മഞ്ജു എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നുമാണ് നടിയെ ആക്രമിക്കപ്പെടാനുള്ള കാരണങ്ങൾ തുടങ്ങുന്നതിന്റെ റീസൺ. കാരണം അവരുടെ ബന്ധം, അവിഹിത ബന്ധം പൊക്കുകയും നടി എന്നോട് ചോദിക്കുകയും നടി പറയുകയും അങ്ങനെയൊക്കെയാണ് ഈ ബന്ധം, ഈ ഒരു പ്രശ്നം തുടങ്ങുന്നതും ഇപ്പോൾ ദാ ഇവിടം വരെ എത്തി നിൽക്കുന്നതും. എന്തായാലും ഇത് ഇവിടം കൊണ്ടൊന്നും തീരില്ല. അടുത്ത കോടതി മേൽക്കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതി വരെയുണ്ട്, ഇനി ഹൈക്കോടതി ഉണ്ട്. അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ മേൽക്കോടതി ഉണ്ട്, സുപ്രീം കോടതി ഉണ്ട്. ആ കോടതിയിലൊക്കെ പോയി നമ്മൾക്ക് സുരക്ഷിതത്വമായിട്ടുള്ള ഒരു വിധി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ദിലീപ് കുടുങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെപ്പോലെയുള്ള ഒരുപാട് സ്ത്രീകൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നടിക്കെതിരെ, നടിക്കൊപ്പം, അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. ഈ അതിജീവിതക്ക് ആര് ഇത്ര നാൾ ചാൻസ് കൊടുത്തു? ഏതെങ്കിലും ഒരു സിനിമയിൽ കൊടുത്തോ? ഒരു 7-8 സിനിമയിൽ നടിയതിനു ശേഷം ഈ ഒരു 8 വർഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഇവരൊക്കെ ഹിറ്റാക്കി കൊടുത്തോ? ഇപ്പം നടിക്കൊപ്പം എന്നൊക്കെ പറഞ്ഞു ഇപ്പം എല്ലാവരും TV ആ സിനിമ വരുമ്പോൾ പോകരുത്, ദിലീപിൻ്റെ സിനിമ ഇവിടെ വെക്കരുത്, അവിടെ വെക്കരുതൊക്കെ പറഞ്ഞ് പ്രതികരിക്കാനായിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഈ നടിയുടെ സിനിമ ഇറങ്ങിയപ്പോൾ ഇതേപോലെ തന്നെ തെരുവിലിറങ്ങിയിട്ടും പുറത്തിറങ്ങിയിട്ടും ഈ സിനിമകൾ ഹിറ്റാക്കാമായിരുന്നല്ലോ. ഇപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസറും ഡയറക്ടേഴ്സും ഈ നടനയച്ച സിനിമ എടുക്കുന്നുണ്ട്. പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട 8ാം പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ദിലീപിനെ വെച്ചിട്ട് സിനിമ എടുക്കുന്നുണ്ട്. ഈ നടിയെ വെച്ച് ഇത്ര ഹിറ്റ് സിനിമകൾ എടുക്കാനോ കൂടെ അഭിനയിക്കാനോ ഈ സൂപ്പർ താരങ്ങൾക്കൊന്നും സമയം ഉണ്ടായിരുന്നില്ലല്ലോ, ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഇവരൊക്കെ എന്താ നടിക്കൊപ്പം എന്ന് പറയുന്നത്? പൃഥ്വിരാജ് പറയുന്നുണ്ട് നടിക്കൊപ്പം എന്ന്. അവന്റെ പടത്തിലുണ്ടായിരുന്നോ നടി? ഏതെങ്കിലും റോള് കൊടുത്തോ? അവനെതിൻ്റെ ഇടയിൽ എത്ര സിനിമകൾ എടുത്തു? നടിക്കൊപ്പം എന്ന് നാവ് കൊണ്ട് പറയാൻ പറ്റും, പക്ഷെ പ്രവൃത്തിയിലില്ല. ഇവരുടെ ആരുടെയും പ്രവൃത്തിയിലില്ല. കൂടെ നിന്ന് ഒരുമിച്ച് പോരാടിയിട്ടുള്ളത് മഞ്ജു വാര്യർ മാത്രമാണ്. അത് മഞ്ജു വാര്യർ, അത് റീസൺ ഇതാണ്, തുടക്കം അങ്ങനെ ആയതുകൊണ്ട്. എന്തായാലും ഇപ്പം മറ്റന്നാൾ സിനിമ ഇറങ്ങുന്നുണ്ട്. നാളെ അല്ലേ? മറ്റന്നാളല്ല, നാളെ ഇറങ്ങുന്നുണ്ട്. ഈ വ്യക്തി, ഈ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പടം മാത്രമല്ല, അയാളുടെ ഹാർഡ് വർക്ക് അല്ല, ഇതിൽ കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു 100-500 ഒരുപാട് ആൾക്കാരുടെ ഹാർഡ് വർക്ക് അത് കിടക്കുന്നുണ്ട്. ആ ഹാർഡ് വർക്ക് നമുക്ക് കാണാതിരിക്കാതിരിക്കുക. എന്തായാലും എന്താകും നാളത്തെ പടത്തിന്റെ അവസ്ഥ എന്നുള്ളത് നാളെ അറിയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.